നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. അനിഴം നാളാണ് അടുത്തത്. അനിഴം നാളിൻ്റെ അധിപൻ ശനിയാണ്. ശനി ദശയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജനനം. അനിഴം നക്ഷത്രത്തിൽ എത്ര നാഴിക വിനാഴിക ചെന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ജന്മശിഷ്ടം ശനി ദശാകാലം എത്ര കാലമുണ്ട് എന്ന് കണക്കാക്കുന്നതാണ്. എന്തായാലും ബാല്യത്തിൻ്റെ ഒരു പൂർണ്ണത വരെയും ശനിദശയായിരിക്കും. ശൈശവകാലം മുതൽ ബാല്യം വരെയുള്ള കാലഘട്ടം ശനിദശയിൽ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ബാല്യാരിഷ്ടതകൾ അഥവാ ശൈശവകാല ക്ലേശങ്ങൾ ചിലപ്പോൾ ഒരല്പം കൂടുതലാകാനിടയുണ്ട്. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലും മറ്റുമെല്ലാം വളരെയധികം ബന്ധപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
ബാല്യകാലത്തിൻ്റെ സമാപനം മുതൽ അഥവാ കൗമാരത്തിൻ്റെ ആരംഭഘട്ടം മുതൽ യൗവനത്തിൻ്റെ മധ്യകാലഘട്ടം തീരുന്നത് വരെ ഉള്ള ആ 17 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ബുധദശയാണ് തുടർന്നു വരുന്നത്. ആ ബുധദശാകാലത്ത് വളരെ നേട്ടങ്ങളുടെ കാലഘട്ടമായിരിക്കും. അതിനൊരു കാരണമുണ്ട്. ബാല്യകാലം തീരുകയും കൗമാരം ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ബുധദശ വരുന്നതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഹൈസ്കൂൾ ഘട്ടവും കലാലയ ഘട്ടവും ഉപരിപഠന കാലഘട്ടവുമെല്ലാം അനിഴനാളുകാർക്ക് ബുധദശയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലായിരിക്കും വരിക. വിദ്യാഭ്യാസപരമായ കഴിവുകളെ പൂർണ്ണമായി വിനിയോഗിക്കുന്നതിനും ആ കഴിവുകൾ പൂർണ്ണമായി നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഗുണം, കാര്യപ്രാപ്തി, ബുദ്ധിവൈഭവം, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യൗവനത്തിൻ്റെ മധ്യം മുതൽ ഒരു 7 വർഷക്കാലം കേതുദശയായിരിക്കും. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആ കാലം. തൊഴിൽപരമായിട്ട് ചില അസ്വസ്ഥതകളും ആരോഗ്യപരമായി ചില പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പിന്നീട് യൗവനത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ മുതൽ ഒരു മധ്യപ്രായം പൂർണ്ണമായും 20 വർഷം നീണ്ടു നിൽക്കുന്ന ശുക്രദശയിലൂടെ ആയിരിക്കും ഇവർക്ക് കടന്നു പോവുക. വളരെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാകാറുണ്ട്. കാരണം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ കാലഘട്ടം ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ ശുക്രദശ വളരെ ജാഗ്രതയോടുകൂടി കടന്നു വരുന്നതിനാൽ ഒരാളിന് തൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്നും അഥവാ കച്ചവട മണ്ഡലത്തിൽ നിന്നുമൊക്കെ പരമാവധി പ്രയോജനങ്ങളും നേട്ടങ്ങളും കൈവരിച്ച് അതെല്ലാം തന്നെ ജീവിത സമ്പത്താക്കി മാറ്റുന്നതിന് സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ശുക്രദശയുടേതായ ഈ 20 വർഷക്കാലം. വാർദ്ധക്യത്തിൻ്റെ ആരംഭത്തോടുകൂടി വരുന്ന ആദിത്യദശ 6 വർഷവും തുടർന്ന് ചന്ദ്രദശ 10 വർഷവുമാണ്. ഈ ദശാകാലങ്ങളൊന്നും തന്നെ കാര്യമായി പ്രതികൂലമായിട്ട് ഒരവസ്ഥ ഉണ്ടാക്കുന്നില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ആ കാലഘട്ടങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ഗ്രഹനില കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുക.